17ാം ലോക്സഭയുടെ അവസാന ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ ഓഫീസിലേക്ക് ചെല്ലാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അദ്ദേഹവും മറ്റ് 7 MP-മാരുമായി ക്യാൻറ്റീനിലേക്ക് നടക്കുന്നു. ലോക്സഭയുടെ ക്യാൻറ്റീൻ, പാർലമെന്റിന്റെ ക്യാൻറ്റീൻ. വളരെ സൗഹൃദമായിട്ടുള്ള, തുറന്ന, സുതാര്യതയോടുകൂടി നടന്ന ഒരു സൗഹൃദ സംഭാഷണവും സൗഹൃദ വിരുന്ന് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ക്യാൻറ്റീനിലെ ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് ഓപ്പണായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തെ എങ്ങനെയാണ് CPM വിലയിരുത്തിയത്? CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, LDF-ന്റെ കൺവീനർ, CPI-യുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി, അതുപോലെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എളമരം കരീം പറഞ്ഞത് എന്താ? അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ UDF-ന്റെ ഒരു പ്രമുഖ നേതാവ്, UDF-ന്റെ MP, ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാൾ പ്രധാനമന്ത്രിയോടൊപ്പം വിരുന്നിൽ പങ്കെടുത്തത് അങ്ങേയറ്റം മര്യാദകേടാണ്. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്, ഗവർണറായിരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിർമ്മലാ സീതാരാമന് അവരുടെ രാഷ്ട്രീയവുമുണ്ട്. സർ, അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിനപ്പം തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ. അവിടെ പൊതുവായി കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലത്. നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ, കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ചില ഗൗരവമായ അഭിപ്രായങ്ങൾ അവരും പ്രകടിപ്പിച്ചു, നിർമ്മലാ സീതാരാമനും പ്രകടിപ്പിച്ചു. അങ്ങനെയുള്ള തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു. മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ളൊരു അവസരമാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത്. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്.